മഹാകാരുണ്യവാനായ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായി അവിടുത്തേക്ക് വാഴ്വുകൾ അർപ്പിക്കുന്നു. കാൽവരിയിലൂടെ നമ്മെ അത്യധികമായി സ്നേഹിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മെ സ്നേഹിച്ചവനും തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ പിതാവായ ദൈവത്തിന് വേണ്ടി രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ ക്രിസ്തുവേശ സ്നേഹവന്ദനങ്ങളെ ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. ഈ നല്ല ദിവസവും കൂടെ ദൈവം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വചന പഠനത്തിനായി കൂടുവാൻ നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. മരണം വരെയും നമ്മെ വഴി നടത്തുവാൻ ഈ ദൈവം മതിയായവൻ. മാത്രമല്ല, മരണത്തിലും കൂടെ ദൈവം. മരണം നമ്മെ തന്നോട് കൂടെ കൊണ്ടുപോകുന്ന ഒരു ദൈവം. സ്തോത്രം. ജീവപര്യന്തം നമ്മെ വഴി നടത്തുവാൻ മതിയായവൻ, മരണം വരെ. 2, മരണത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്നവൻ. മറ്റുള്ളവരെല്ലാം മരണത്തിൽ കൈവിടും. മരണം വരെ ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ നമ്മോട് കൂടെ വന്നു അല്ലെങ്കിൽ ഇരുന്നു എന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് മരണത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. സ്തോത്രം. മരണത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്നവൻ. സ്തോത്രം. എന്ന് വെച്ചാൽ മരണത്തിലും നമ്മൾ ഒറ്റയ്ക്കല്ല. സ്തോത്രം. മരണത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവ്. മരണത്തിനപ്പുറത്തും നമ്മോട് കൂടിയിരിക്കുന്നവൻ എന്നതിനേക്കാൾ നമ്മെ തന്നോടൊപ്പം ചേർക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. സ്തോത്രം. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കുകയും മുൻപോട്ട് ജയകരമായി ജീവിക്കുകയും ചെയ്യാം. നമുക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാമല്ലോ. Hebrews chapter 2 verses 14 and 15 ഒരാൾക്ക് വായിക്കാമല്ലോ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു നമ്മെപ്പോലെ മർത്യ ശരീരം ഏറ്റെടുത്തതിനെ പറ്റിയാണ് നാം വായിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഈ 2 വാക്യങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, യേശുക്രിസ്തു ഭൗമ ശരീരം സ്വീകരിച്ചു. നമ്മെപ്പോലെ നമ്മോട് താദാത്മ്യപ്പെട, നാം അവിടുത്തെ മക്കളാകയാൽ നമ്മോട് അനുരൂപപ്പെടേണ്ടതിന് കർത്താവ് നമ്മെപ്പോലെയുള്ള മർത്യമായ ശരീരം, താഴ്ചയുള്ള ശരീരം, ബലഹീനതയുള്ള ശരീരമെടുത്തു എന്നതാണ് ഒന്നാമത്തെ കാര്യം. ആ ജഡം എടുത്തതിനുള്ള ഉദ്ദേശം നമ്മൾ അവിടെ 2-മതായിട്ട് കണ്ടു. സ്തോത്രം. അല്ലെങ്കിൽ അവനെ നീക്കേണ്ടതിന്. അതിനുവേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്ന് ആ വാക്യം പറയുന്നു.
നാലാമത് അവിടെ പറയുന്നത് മരണഭീതിയിലായിരുന്ന മൗലത്തെ അവിടുന്ന് വിടുവിച്ചു. ഇന്നലെ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്നതിനെ ഒന്നും കൂടെ ആദ്യത്തിനെ ഒന്നിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് ആ വാക്യത്തിൽ, ഈ 2 വാക്യങ്ങളിൽ നാം കാണുന്നത്. എബ്രായർ 2:14-15 വാക്യങ്ങളിൽ. ഒന്ന്, യേശുക്രിസ്തു നമ്മുടെ പിതാവ് എന്ന നിലയിൽ അമ്മ ജഡശരീരമെടുത്തു, മർത്തിയ ദേഹം ധരിച്ചു. രണ്ടാമത്, ക്രിസ്തു മരിച്ചു. 3, മരണത്താൽ പിശാചിനെ നീക്കി. 4, മരണഭീതിയിൽ മനുഷ്യകുലത്തെ വിടുവിച്ചു. ഇന്നലെ നമ്മൾ യേശുക്രിസ്തു എടുത്ത ജഡശരീരത്തിന്റെ പ്രത്യേകതകളെപ്പറ്റി പഠിച്ചു. അതിൽ നമ്മുടേതിനോട് സമമായ ശരീരം, നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായത് ഉണ്ടായി. അതായത് നമ്മൾ പാപജഡത്തിലാണെങ്കിൽ യേശുക്രിസ്തു പാപജഡത്തിന്റെ വ്യത്യാസം. ആ ഒരു വ്യത്യാസം യേശുക്രിസ്തുവിന്റെ ജഡശരീരം അതിനുള്ള കാരണം നമ്മൾ കണ്ടു. സ്തോത്രം. സകലത്തിലും നമ്മെപ്പോലെ ആകേണ്ടതിന് യേശുക്രിസ്തു നമ്മുടേതിനോട് സമമായ ശരീരം സ്വീകരിച്ചു. സ്തോത്രം. ആ വീണ്ടെടുപ്പിന്റെ പ്രക്രിയകളെ കുറിച്ചൊക്കെ നമ്മൾ ആവർത്തി പറഞ്ഞിട്ടും പഠിച്ചിട്ടുമുള്ളത് കൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ശരീരം യേശു സ്വീകരിച്ചത് മരിക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു എന്നതും നമ്മൾ കണ്ടു. കർത്താവ് വന്നത് മരിക്കുവാനായിട്ടായിരുന്നു. സ്തോത്രം. അപ്പോഴാണ് ക്രിസ്തു മരിക്കരുതെന്നൊക്കെ പത്രോസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. നിനക്കങ്ങനെ ഭവിക്കരുതേ. പിശാചും ഒരിക്കലും ആഗ്രഹിച്ചില്ല യേശു മരിക്കണം, എന്നാൽ യേശുവിനെ ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ അവൻ ആഗ്രഹിച്ചുവെന്ന് മാത്രം. സ്തോത്രം. അതിനുള്ള പരീക്ഷകളൊക്കെ യേശു കർത്താവിനോട് അവൻ ചെയ്തതും നമുക്കറിയാം. എന്നാൽ യേശു വന്നത് മരിക്കുവാനായി തന്നെയായിരുന്നു. സ്തോത്രം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, അല്ലെങ്കിൽ ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വേണ്ടിയാണെന്ന്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ ലക്ഷ്യം തന്നെ മരിക്കുക. വെറുതെ അങ്ങ് മരിക്കുകയല്ല, ആ മരണവിധം, ആ മരണസമയം, എല്ലാം, മരണത്തിൻ്റെ സ്ഥലം എല്ലാം തന്നെ പ്രവാചകന്മാരിലൂടെ ദൈവം മുൻകൂട്ടി പറഞ്ഞിരുന്നു. സ്തോത്രം. ആ സമയത്തിനു മുമ്പ് അത് നടക്കാതിരിക്കും. ദൈവം വിധിച്ച, അല്ലെങ്കിൽ ദൈവം നിർണയിച്ച രീതിയിൽ നിന്നും വ്യത്യസ്തമായി അത് നടക്കാതിരിപ്പാൻ പ്രവർത്തിച്ചു. യേശു അതിനു വേണ്ടി ആഗ്രഹിച്ചു.
കർത്താവ് അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് എബ്രായ ലേഖനത്തിൽ നിന്ന് തന്നെ നമുക്ക് പഠിപ്പാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് വന്നത് മരിപ്പാനായിട്ടാണ്. വെറും മരണമല്ല, പിന്നെ അത് മരണം. സ്തോത്രം. ആ മരണത്താൽ പ്രധാനമായും ചില കാര്യങ്ങൾ നടക്കണം. സ്തോത്രം. അതാണ് നാം അവിടേക്കാണ് നാം ഇന്ന് പോകുന്നത്. യേശുക്രിസ്തു മരിച്ചു. യേശുക്രിസ്തുവിന് മരിക്കേണ്ടത് അനിവാര്യമായിരുന്നോ? Was it necessary for Jesus to die? We saw that he came to die. He came to die. കർത്താവ് മരിക്കുവാൻ വന്നു. Was it necessary for him to die? According to God's plan, it was, but maybe he could have refused. I don't know. Okay. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്നുള്ള നീതിയെ നിവർത്തിക്കാൻ യേശുവിന്റെ മരണം അനിവാര്യമായിരുന്നു. Yes. It was necessary for Jesus to die. Because, first of all, it was destined by God. And that was unchangeable. ദൈവം അത് മുൻ നിർണയിച്ചിരുന്നു. അതിന് മാറ്റം വന്നുകൂടാ. ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ, in his omniscience, ദൈവം അങ്ങനെ നിർണയിരുന്നു. അതിന് മാറ്റം സംഭവിക്കൂടായിരുന്നു. സ്തോത്രം. Jesus' death was essential, necessary. ഫക്കീർ നായക് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടു. ക്രൂസിഫിക്ഷൻ, it is just a fiction. It's a fiction, not Fixion, but it is Fiction. അതായത് നമ്മുടെ ഇടയിലും ആൾക്കാർ ചിലര് ഫിക്ഷൻ, ചിലർ അതിനെ ക്രൂസിഫിക്കേഷൻ എന്നും. തെറ്റാണ്. ക്രൂസിഫിക്കേഷനും അല്ല, CRUCIFICTION ക്രൂസിഫിക്ഷനും അല്ല. അത് ഫിക്ഷൻ, ഒരു എന്നാൽ CIFIXION, വളരെ ശ്രദ്ധിച്ചോണം. അത് ഫിക്സ്, ഫിക്ഷൻ, ഫിക്സ്, FIX, ഫിക്സ്, അതറിയാം നമുക്ക് അർത്ഥം. ക്രൂസിഫിക്സ്, ക്രൂശിനോട് ചേർത്ത് അടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രൂസിഫിക്ഷൻ. ഒത്തിരി ഭാവനകൾ, കഥകൾ
നോവലുകൾ ഒക്കെയുണ്ട്. ഫിക്ഷൻസ് എന്ന പേരിൽ ധാരാളം രചനകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. ഫിക്ഷനാണ്. ചിലരൊക്കെ ഈ ഫിക്ഷനകത്തുള്ളതൊക്കെ എടുത്ത് ക്രൈസ്തവ പ്രസംഗവേദികളിൽ അവതരിപ്പിക്കാറുണ്ട്. തെറ്റായ പ്രവണതയാണ്. ആ ഫിക്ഷന്റെ ആ സങ്കല്പത്തിന്റെ ഭാവനകളുടെ അല്പവും കൂടെ ഉയർന്ന ഒരു തലമാണ് പാശ്ചാത്യ ലോകത്തുള്ള കോൺസ്പിറേഷൻ തിയറി. പലരും വെറുതെ ഇങ്ങനെ ചിന്തിച്ച് എഴുതി വെക്കുന്ന, അതുമൊക്കെ എടുത്ത് നമ്മുടെ ഇടയിൽ ചിലരൊക്കെ ഭയങ്കര ദൈവിക വെളിപ്പാടുകളാണ്, ചരിത്ര തെളിവുകളാണെന്നൊക്കെ പറഞ്ഞ് ഈ കോൺസ്പിറേഷൻ തിയറിയെയും അവതരിപ്പിക്കാറുണ്ട്. രണ്ടും തെറ്റാണ്. യേശുക്രിസ്തുവിന്റെ മരണം ഒരു സങ്കല്പമല്ല. യേശുക്രിസ്തുവിന്റെ മരണം ഒരു ഭാവന. ജീസസ് ഡെത്ത് ഓൺ ദ ക്രോസ് ഈസ് നോട്ട് എ ഫിക്ഷൻ. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി, an imagination, a man-made theory. മനുഷ്യരുണ്ടാക്കിയ ഭാവനാപരമായ സാങ്കല്പികമായ ഒരു തത്വമല്ല, കഥയല്ല യേശുക്രിസ്തുവിന്റെ മരണം. സ്തോത്രം. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ യേശു ക്രൂശിൽ മരിക്കാതിരിക്കുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും സാത്താൻ അവന്റെ മുഴു ശക്തിയും ഉപയോഗിച്ച് ചെയ്തു. യേശു ജനിക്കാതിരിക്കാൻ തന്നെ അവൻ പരിശ്രമിച്ചു. ജനിക്കാതിരിക്കാൻ തന്നെ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികളെ തകിടം മറിക്കുവാൻ ഒരു സൃഷ്ടിക്കും, ദൈവത്തിന്റെ വൈരി എന്ന് വിളിക്കപ്പെടുന്ന സാത്താന് പോലും കഴിയില്ല. സ്തോത്രം. ഓർക്കണേ, no rival to our God. സാത്താൻ എന്ന പേര് ആണെങ്കിൽ കൂടെ സാത്താൻ ദൈവത്തിനൊരെതിരാളിയല്ല. Satan means opponent. He opposes God, of course, in everything, but he is not at all a rival to our God. സാത്താൻ ദൈവികമായ സകലത്തെയും എതിർക്കുന്ന എതിരാളിയാണ് എന്നത് സത്യം. പക്ഷേ ദൈവത്തിന് സാത്താൻ എതിരാളിയല്ല. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. That means even the devil is not a threat to God. സാത്താൻ പോലും ദൈവത്തിന് ഭീഷണിയല്ല. ആവർത്തിക്കുന്നു, സാത്താൻ ദൈവത്തിനൊരു ശത്രുവല്ല. അവൻ ദൈവത്തെ എതിർക്കുന്നു, ശരി തന്നെ. മായ എല്ലാറ്റെയും അവൻ എതിർക്കുന്നു, സത്യം തന്നെ. പക്ഷെ സാത്താൻ ദൈവത്തിനൊരു എതിരാളി
ക- സാത്താൻ ഒരു ഭീഷല്ല. സ്തോത്രം. അതിലേക്ക് പിന്നീട് നമുക്ക് എത്താം. ഇപ്പോൾ പറഞ്ഞു പോകട്ടെ. ദൈവത്തിന്റെ വീണ്ടെടുപ്പിൻ പദ്ധതിയെ തകിടം മറിക്കാൻ സാത്താൻ ആവോളം ശ്രമിച്ചു. ില്ല. ഇപ്പോൾ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിജയിക്കത്തുമില്ല. സ്തോത്രം. വിജയിക്കത്തുമില്ല. യേശുക്രിസ്തു ജനിക്കാതിരിപ്പാൻ അവൻ പരിശ്രമിച്ചു. യേശുവിൻ്റെ അമ്മയെ ഗൂഢമായി ഉപേക്ഷിക്കത്തക്കതുപോലെ അവൾക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന യോസെഫിന്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും യോസെഫ് ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് നടന്നില്ല. ജനന സമയത്ത് നമുക്കറിയാം, യേശുവിന് ജനിക്കുവാൻ ഭൂമിയിൽ ഒരു ഇടം കിട്ടിയില്ല. സകല വാതിലുകളും മുട്ടി യോസെഫും മറിയയും നടന്ന് വഴിയരികിൽ എവിടെയോ വെച്ച് യേശു ജനിക്കുകയായിരുന്നു. ജനിച്ചു കഴിഞ്ഞ് ഹേരോദാവിലൂടെ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചു. ധാരാളം കുഞ്ഞുങ്ങൾ അത് നിമിത്തം കൊല്ലപ്പെട്ടു. പക്ഷെ യേശുവിനെ കൊല്ലാൻ അപ്പോഴും കഴിഞ്ഞില്ല. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ചില വേദചിന്തകന്മാരുടെ അഭിപ്രായപ്രകാരം ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ യേശു രക്തം വാർന്ന് മരിക്കത്തക്കതുപോലെ പിശാച് പരിശ്രമിച്ചു. ഗെത്സമനയിൽ രക്തം ഉയർത്തതും ഗബ്ബഥായിൽ ചാട്ടവാറടിയേറ്റ് രക്തം ഒഴുക്കിയതുമെല്ലാം അതിനു വേണ്ടിയായിരുന്നു. പക്ഷേ പിശാചിന്റെ പദ്ധതി അവിടെയൊന്നും വിജയിച്ചില്ല. ക്രൂശിക്കപ്പെട്ടു കഴിഞ്ഞും ക്രൂശിൽ കിടക്കുന്ന യേശുവിനെയും വിളിച്ച് പുറത്തെത്തിക്കാൻ ശ്രമിച്ചു വെല്ലുവിളികളിലൂടെ. പക്ഷേ കർത്താവ് അതിന് മുതിർന്നില്ല. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് വെല്ലുവിളിച്ചു. ഇല്ല. സ്തോത്രം. അങ്ങനെ യേശുക്രിസ്തുവിന്റെ മരണം ക്രൂശിൽ നടക്കാതിരിപ്പാൻ പിശാച് ആവോളം ശ്രമിച്ചു. പക്ഷെ അത് ദൈവത്തിൻ്റെ അനാദി നിർണയപ്രകാരം ഉള്ളതായിരുന്നതുകൊണ്ട് ആർക്കും ആ പദ്ധതിയെ മാറ്റിക്കൂടാഞ്ഞു. നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ ദൈവം തൻ്റെ നിർണയം മുന്നിലും ഇവനെ മനോഹരമായിട്ട് അവർക്കുന്നുണ്ട്. സ്തോത്രം. എല്ലായ്പ്പോഴും പിശാച് യേശുവിന്റെ ക്രൂശ് മരണത്തെത്തുക അത് നല്ല. അത് കഴിഞ്ഞപ്പോൾ അവൻ ആഗ്രഹിച്ചു യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ തടയാൻ. അതും സാധിച്ചില്ല. പിന്നെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കളവ് പറയാൻ വേണ്ടി അവൻ കൈക്കൂലി കൊടുപ്പിച്ചു. എന്നിട്ടും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വാർത്ത ഒതുക്കാനോ കളയാനോ പിശാചിന് സാധിച്ചില്ല. ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മരിച്ചിട്ടേ ഇല്ലെന്ന് വരുത്തി തീർക്കാനാണ്. സാധ്യമല്ല.
യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും മഹത്വത്തിൽ ജീവിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. വേദപുസ്തകത്തിൽ മാത്രമല്ല, ബൈബിളിന് പുറത്തും തെളിവുകളുണ്ട്. ചരിത്രകാരന്മാർ, ജോസീഫസ് ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാരുടെ രേഖകൾ, അവരുടെ എഴുത്തുകൾ ഡോക്യുമെന്റഡ് ട്രൂത്താണ്. യേശുവിന്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പും നോൺ ബിബ്ലിക്കൽ അക്കൗണ്ട്സിൽ വരെ, വേദപുസ്തകത്തിന് പുറത്തു വരെ യേശുക്രിസ്തുവിന്റെ മരണത്തെയും ഉയർപ്പിനെയും കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിന് അനുകൂലമായ എഴുത്തുകളായിരുന്നില്ല ജോസീഫസ് തുടങ്ങിയവരുടേത്. അവർ റിപ്പോർട്ട് മാത്രം കൊടുക്കുകയായിരുന്നു. അപ്പോസ്തലന്മാരെ പോലെ യേശുവിന് വേണ്ടി എഴുതിയവരല്ല അവരാരും. പക്ഷേ അതെല്ലാം യേശുക്രിസ്തുവിന് അനുകൂലമായിട്ട് വേദപുസ്തക രേഖകൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട്, അതിനെ പിന്താങ്ങുന്നതായി മാത്രമേ തീർന്നിട്ടുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു സങ്കല്പമാണെന്നും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് വ്യാജമാണെന്നും വരുത്തി തീർക്കാനുള്ള പിശാചിൻ്റെ ശ്രമങ്ങൾ അടിമുടി തോറ്റുപോയ തന്ത്രമാണ്. സ്തോത്രം. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ മരണം അനിവാര്യമായിരുന്നു. ക്രൈസ്റ്റ് ക്രൂസിഫിക്ഷൻ വാസ് എസെൻഷ്യൽ, വാസ് നെസസറി, as it was purposed and predestined by the omniscient and the omnipotent God. സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവത്തിൻ്റെ അനാദി നിർണയമായിരുന്നു യേശുവിൻ്റെ ക്രൂശീകരണം എന്നതിനാൽ അത് നിവർത്തിക്കപ്പെട്ടേ മതിയാകുമായിരുന്നുള്ളൂ. രണ്ട്, it was not only predestined and preordained, but it was ordered by God. Not only ordained, but it was also ordered. It was commanded. Not only appointed, but rather it was commanded that Christ should die. മുൻ നിർണയിക്കപ്പെടുക മാത്രമല്ല, അതങ്ങനെയാകണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പന കൂടെയായിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ കൽപ്പന കൂടെയായിരുന്നു. രണ്ടാമത്തേതിനോട് ചേർത്ത് മൂന്നാമത്തേതും കൂടെ പറയാം. Jesus' crucifixion was necessary because it was unchangeable demand of God, rather the righteous demand of the righteousness of God. It was essential because it was the righteous demand of the righteousness of God. നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുടെ ആവശ്യമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ മരണം എന്നതിനാൽ അത് ഒഴിച്ചുകൂടാത്തതായിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ നീതി ക്രിസ്തുവിൻ്റെ മരണം ആവശ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ നീതി, ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഏതാണ്ട് ഒരേ അർത്ഥമാണ്. ദൈവം കൽപ്പിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ നീതിയുടെ ഡിമാൻഡാണ്.
ദൈവനീതിയുടെ ആഹ്വാനമാണ്, ആവശ്യമാണ്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് നാലാമതായി പറയാം, it was necessary that Christ be crucified to satisfy the justice of God. To satisfy the justice of God. ദൈവനീതിയെ തൃപ്തിപ്പെടുത്തുവാൻ യേശുവിൻ്റെ മരണം അനിവാര്യമായിരുന്നു. സ്തോത്രം. ദൈവനീതിയെ തൃപ്തിപ്പെടുത്തുവാൻ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം അനിവാര്യമായിരുന്നു. സ്തോത്രം. എങ്ങനെ എന്ന് നമുക്കറിയാം. ദൈവനീതിയുടെ റിക്വയർമെന്റ് ആണ്, ഡിമാൻഡാണ്, ദൈവനീതിയുടെ ആവശ്യമാണ്, ആഹ്വാനമാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നത്. അത് ദൈവകൽപ്പനയാണ്. It was commanded that the wages of sin is death. And the one who commits sin should die. It was God's command. ദൈവത്തിൻ്റെ കൽപ്പനയാണത്. സ്തോത്രം. The demand of the justice of God, ദൈവനീതിയുടെ ആഹ്വാനമാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. സ്തോത്രം. അതിന് മാറ്റമില്ല. അത് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. ആ നീതിയെ നിവർത്തിച്ചേ പറ്റൂ. ആ നീതിയെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. സ്തോത്രം. അത് വേറെ ഒന്നും ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. സ്തോത്രം. അതെങ്ങനെ? അഞ്ചാമതായി നമുക്ക് അതുകൊണ്ട് പറയാം, ജീസസ് crucifixion or his death on the cross was unavoidable because it atoned for human sin, the atonement for the sin of man. മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തുവാൻ യേശു ക്രിസ്തുവിന്റെ മരണം അനിവാര്യമായിരുന്നു. സ്തോത്രം. To atone for human sin, Jesus had to go through the death on the cross. സ്തോത്രം. യേശു ക്രിസ്തു ക്രൂശ് മരണം അനിവാര്യമാക്കിയ അഞ്ചാമത്തെ ഘടകമാണ് മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി തീരുക. സ്തോത്രം. പ്രായശ്ചിത്തമായി തീരുക. വേറെ ഒന്നും അതിന് പര്യാപ്തമായിരുന്നില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. എനിക്ക് ഓർമ്മ വന്ന ഒരു ഇംഗ്ലീഷ് സോങ്ങിനെ കുറിച്ചൊന്ന് നോക്കിയായിരുന്നു. What can wash away my sins? സ്തോത്രം. നമുക്കറിയാമല്ലോ, Nothing but the blood of Jesus. yes, nothing but the blood of Jesus. എനിക്ക് വളരെ
ഇഷ്ടമുള്ള ഒരു കോറസാണത്. സ്തോത്രം. പ്രൈസ് ഗാഡ്. സിസ്റ്റർ എടുത്ത് അറിയാമെങ്കിൽ ഒന്ന് പാടിക്കുക. I'm not very sure of that tune, Pastor. Okay. Oh, precious is the flow that makes me white as snow. No other found. That means I know nothing but the blood of Jesus. വേറെ ആർക്കെങ്കിലും അറിയാമോ? എങ്കിൽ ഒന്ന് പാടിക്കോ. റീനമാമിക്ക് അറിയാൻ തോന്നുന്നു. വിൽ സി. Yes, uncle. ഓക്കെ മോളെ. What can wash away my sins? Nothing but the blood of Jesus. What can make me whole again? Nothing but the blood of Jesus. Oh, precious is the flow that makes me white as snow. No other fount I know, nothing but the blood of Jesus. Nothing but the blood of Jesus. Thank you, മോളെ. Yes. Nothing else could be a remedy for human sin. Nothing else could wash away human sins. Nothing else could make us whole again. Nothing else could atone for our sins but the blood of Jesus. Praise God. That blood was shed on the cross. സ്തോത്രം. നമ്മെ ശുദ്ധീകരിപ്പാൻ, നമ്മുടെ പാപങ്ങളെ പോക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമാകുവാൻ മറ്റൊന്നിനും കഴിയില്ലായിരുന്നു. വേറെ ഒന്നിനും കഴിയില്ലായിരുന്നു. യേശുവിൻ്റെ രക്തത്തിന് മാത്രം. സ്തോത്രം. അത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന് മാത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടതാണ് സങ്കീർത്തനം 22 പറ്റി. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് എന്ന രാജാവും പ്രവാചകനുമായിരുന്ന ഭക്തനായ മനുഷ്യനിലൂടെ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് 1 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ വിസ്തരിച്ചിരിക്കുന്നത്. സ്തോത്രം. മനസ്സിലായല്ലോ? യേശുക്രിസ്തുവിന്റെ മരണത്തെ സംബന്ധിച്ച്, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ്, 900 ചില്ലുവാനും വർഷങ്ങളാണ്, റൗണ്ട് ഫിഗറിൽ 1000 വർഷം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ദാവീദ് ജീവിച്ചിരുന്ന കാലഘട്ടമാണത്. ആ ദാവീദ് രാജാവിലൂടെ, താൻ പ്രവാചകനും കൂടെ ആയിരുന്നല്ലോ, അരുളി ചെയ്ത വസ്തുതകളാണ്. സ്തോത്രം. 1-ാമത്തെ വാക്യം നമുക്കറിയാം, അത് എടുത്ത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശു കർത്താവിന്റെ കാൽവറിയിലെ ക്രൂശിലെ 7 മൊഴികളിൽ ഒന്നാണ് 22-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യം. 2-ാമത്തെ വാക്യവും യേശുക്രിസ്തുവിന്റെ ഉറച്ച നിലവിളിയെയും പ്രാർത്ഥനയെയും കുറിച്ച എബ്രായർ 5-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങളിൽ കാണുന്ന കാര്യങ്ങളാണ്.
സ്തോത്രം. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തെ വാക്യം വരെ ക്രിസ്തു ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എബ്രായർ 2:12-13 വാക്യങ്ങളിൽ നിന്ന് കണ്ടു. അതിൻ്റെ വിശദീകരണമാണ് അവിടെ. 6-ാം വാക്യത്തിലേക്കുമ്പോൾ ക്രിസ്തു പറയുന്നു, ഞാനോ ഒരു മനുഷ്യനല്ല, കൃമിയത്രേ. അതേക്കുറിച്ചും നമ്മുടെ ക്ലാസ്സിൽ ആ കൃമി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചതാണ്. സ്തോത്രം. അവിടെ പറയുന്ന ആ പ്രത്യേക തരത്തിലുള്ള ആ വോമിൻ്റെ, ആ കൃമിയുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. സ്തോത്രം. 7-ാമത്തെ വാക്യം വേഴ്സ് 7 വരുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ പോലും തലകുലുക്കി പരിഹസിക്കുന്ന ഒരു സ്ഥിതിയാണ്. കർത്താവിൻ്റെ നിന്ദയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്തോത്രം. കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. ഒക്കെ നമുക്ക് സുവിശേഷ ഗ്രന്ഥങ്ങളുടെ അവസാന അധ്യായങ്ങളിൽ കാണാം. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം തന്നോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന കള്ളന്മാരും വഴി പോകുന്നവരുമൊക്കെ തലകുലുക്കി കർത്താവിനെ നിന്ദിച്ചു. നിനക്ക് എങ്ങനെ തന്നെ വേണം, അവിടെ കിടക്ക. തലകുലുക്കി നിന്ദിച്ചു. പരിഹാസത്തെക്കുറിച്ചാണ്. 8-ാമത്തെ വാക്യവും അത് തന്നെയാണ്. സ്തോത്രം. വീണ്ടും കർത്താവിൻ്റെ പ്രാർത്ഥനയും ആശ്രയവുമാണ് 9-ാമത്തെ വാക്യത്തിൽ. 10-ാമത്തെ വാക്യത്തിലും നാം അത് തന്നെയാണ് കാണുന്നത്, കർത്താവിൻ്റെ പ്രാർത്ഥനയും ആശ്രയവും. 22-ാം സങ്കീർത്തനത്തിലെ കാര്യങ്ങളാണ് നമ്മളീ പറയുന്നത്. 11-ാമത്തെ വാക്യത്തിൽ വീണ്ടും കർത്താവിൻ്റെ നിസ്സഹായതയിലുള്ള നിലവിളിയാ. കഷ്ടമടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുത്. ഗതസമനയിലെ ഒരു നിലവിളി. സ്തോത്രം. 12 കണ്ടോ, അനേകം കാളകൾ എന്നെ വളഞ്ഞു, കൂറ്റന്മാരെന്നെ ചുറ്റിയിരിക്കുന്നു. കർത്താവിനെ ചുറ്റിയ യഹൂദ മതത്തിലെയും റോമൻ പട്ടാളത്തിലെയും ശത്രുക്കളെ കുറിച്ചുള്ള പരാമർശമാണ് അവിടെ. 13-ാമത്തെ വാക്യവും അങ്ങനെ തന്നെ. സ്തോത്രം. 12-ഉം 13-ഉം കർത്താവിനെ പിടിക്കുവാൻ വരുന്ന ശത്രുക്കളുടെ ബലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. 14-ാമത്തെ വാക്യം എത്ര വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. ഹിസ് വീക്ക്നെസ്, ഹൗ ജീസസ് ഫെയിന്റഡ്. കർത്താവ് എത്ര ബലഹീനനായി ക്ഷീണിതനായി തീർന്നു എന്നുള്ളതാണ്. സ്തോത്രം. അറസ്റ്റ് കഴിഞ്ഞപ്പോൾ മുതൽ ഉറങ്ങാതെ വിയർത്ത് രക്തവും വെള്ളവും ശരീരത്തിൽ നിന്നും പോയി ഡീഹൈഡ്രേറ്റായി, താങ്ങാനാവാത്ത മാനസിക വ്യഥ, ശാരീരിക പീഡകൾ, ഉറക്കിളപ്പ്, ഉപദ്രവങ്ങൾ ഒക്കെ കൊണ്ടുണ്ടായ അവസ്ഥയാണ് വെള്ളം പോലെ തൂകിപ്പോകുന്ന സ്ഥിതി. എന്നിട്ട് ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എ ഫിസീഷ്യൻ ക്രൂശിക്കപ്പെടുന്നവരുടെ അടക്കപ്പെട്ട അസ്ഥികളെ വിശകലനം ചെയ്ത് പഠിച്ച ഒരു ഫിസിഷ്യൻ, ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഇതുപോലെ ക്രൂശിക്കപ്പെട്ടവരുടെ അസ്ഥികളെ പരിശോധിച്ച് പഠിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഈ ജോയിൻസ് ഒക്കെ വിട്ട് വലിഞ്ഞ്
9 ഇഞ്ച് വരെ, 9 ഇഞ്ചസ്, 9 ഇഞ്ച് വരെ ശരീരത്തിന്റെ ഈ ജോയിൻസ് വലിഞ്ഞ് നീളം കൂടുമായിരുന്നു. അതേപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. ആ ആണികളിൽ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും തൂങ്ങിക്കിടക്കുമ്പോൾ എല്ലാ ജോയിൻസും ബന്ധം വിടും. അതാണ് അസ്ഥികളൊക്കെ. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, മെന്റൽ ആഗനി. എൻ്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു. സ്തോത്രം. 15-ാം വാക്യം കണ്ടോ? എൻ്റെ ശക്തി ഓട്ടുകഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു. ഹൗ ഹി ബിക്കെയിം വീക്ക് ഫിസിക്കലി. ശരീരത്തിന്റെ ക്ഷീണത്തെയും ബലഹീനതയെയും കുറിച്ച്. എന്നിട്ടോ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. രക്തവും വെള്ളവും ഒക്കെ വാർന്നു പോയി ദാഹിച്ചു വലഞ്ഞ് നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്ന സ്ഥിതി. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ വിളിച്ചു പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു, നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. 16-ാമത്തെ വാക്യം, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. Again, it's about the enemies he was surrounded with. ആ ക്രൂശീകരണ വിധം എഴുതിയിരിക്കുന്നത് കണ്ടോ? 16-ാം വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട്, 2-ാം ഭാഗത്ത്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ഈ ഒരൊറ്റ സെന്റൻസ് മതി. സ്തോത്രം. ഈ ഒരൊറ്റ സെന്റൻസ് മതി. നോട്ട് ഈവൻ ദ വേർഡ്സ്, ഓൺലി ദ സെക്കൻഡ് പാർട്ട് ഈസ് മോർ ദാൻ ഇനഫ് ടു പ്രൂവ് ദാറ്റ് ദ ബൈബിൾ ഈസ് ലിറ്ററലി ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗാഡ്. ഈ വാക്യത്തിന്റെ ഏതാ? സങ്കീർത്തനം 22-ന്റെ 16-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം മാത്രം മതി വേദപുസ്തകം അക്ഷരീയമായി ദൈവശ്വാസീയമായ സ്ഥിരീകരിപ്പാൻ. ക്രൂശീകരണത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരുന്ന BC 1000, ക്രിസ്തു മുമ്പ് 1000-ാം ആണ്ടിൽ ദാവീദ് എഴുതി വെച്ചു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. യേശു ക്രിസ്തുവിന്റെ മരണം ആണികളാൽ തൂക്കപ്പെട്ടാണെന്ന് ആ 16-ാം വാക്യം 2-ാം ഭാഗം വ്യക്തം. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ. ആ ക്രൂശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട്, അതും വസ്ത്രരഹിതനായി നഗ്നനായി തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട് അസ്ഥികളെ ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കുക. അതല്ല, ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുന്ന, ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരാളിന്റെ വാരിയെല്ലുകൾ വരെ എണ്ണാവുന്നത് പോലെ ഈ സ്ഥിതിയാണ്. അവരെന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പടുത്തു, അങ്കിക്കായി ചീട്ടിടുന്നു. ഒന്നും വിവരിക്കേണ്ടതില്ലല്ലോ, വ്യാഖ്യാനിക്കാതെ നമുക്കറിയാവുന്ന കാര്യങ്ങളാ. സ്തോത്രം. എന്നിട്ടാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നത്. 19 മുതൽ 21 വാക്യങ്ങളിൽ വീണ്ടും നിലവിളിയും പ്രാർത്ഥനയുമാണ്. നമ്മൾ എബ്രായർ 2-ന്റെ വാക്യങ്ങൾ കണ്ട ഞാൻ നിങ്ങൾ ആശ്രയിക്കുന്നെന്ന് പറഞ്ഞതിന്റെ പരിപൂർണമായ തെളിവാണ് അവിടെ വെക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് മരണത്തിന് ഈ 1000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശുക്രിസ്തുവിന്റെ മരണം, ക്രൂശിലെ അനുഭവങ്ങൾ എന്തെല്ലാം എന്ന് വ്യക്തതയോടെ പ്രവചനാത്മാവിൽ എഴുതി വച്ചിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് പത്രോസ് പറഞ്ഞത്, എന്ത്? ദൈവത്തിന്റെ സ്ഥിര നിർണയത്താലും
മുന്നറിവിനാൽ ദൈവം നിയമിച്ചു. ഈ മരണത്താലാണ്, സ്തോത്രം, നമ്മുടെ പാപത്തിന് പരിഹാരം. ഈ രക്തം ചൊരിയുന്നതിനാലാണ് നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുന്നതെന്നാണ് നമ്മൾ ആ കൊച്ചു കോറസിലൂടെ മനോഹരമായി പാടിവിട്ടത്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ യേശുവിൻ്റെ ക്രൂശ് മരണം അനിവാര്യമായിരുന്നു. നത്തിങ് ബട്ട് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്യാൻ വാഷ് അവേ അവർ സിൻസ്. ഓൺലി ദ ബ്ലഡ് ഓഫ് ജീസസ് ക്യാൻ അറ്റോൺ ഫോർ അവർ സിൻസ്. Only the blood of Jesus could satisfy the justice of God, the holiness of God, the righteousness of God. ദൈവത്തിൻ്റെ നീതിയെ, ദൈവത്തിൻ്റെ നീതിയുള്ള ആവശ്യത്തെ, ദൈവത്തിൻ്റെ അനുരഞ്ജനമില്ലാത്ത പരിശുദ്ധിയെ ഒക്കെ തൃപ്തിപ്പെടുത്തുവാൻ യേശുവിൻ്റെ രക്തത്തിന്, അഥവാ യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണം, ക്രൂശീകരണം സംഭവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ഇറ്റ് വാസ് നെസസറി. സ്തോത്രം. A sixth reason. ഇതെല്ലാം ഓരോന്നോരോന്ന് ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്നതാ കേട്ടോ. വ്യത്യാസം അല്പമേ ഉള്ളൂ ഈ വിഷയങ്ങൾ അഥവാ പോയിന്റുകൾ തമ്മിൽ. സാമ്യമാണ് കൂടുതൽ. സിമിലാരിറ്റീസ് are more than differences between these points. Okay. And therefore, sixth aspect, why Jesus' death was essential. നമ്മൾ ഈ 14-ാം വാക്യത്തിൽ വായിക്കുന്നതാണ് അതിന് കാരണം. എന്തേ? മരണാധികാരിയായിരുന്ന പിശാചിനെ നീക്കുവാൻ യേശുവിൻ്റെ മരണം കൂടിയേ തീരുമായിരുന്നുള്ളൂ. സ്തോത്രം. യേശുവിൻ്റെ മരണം അനിവാര്യമായിരുന്നു. എന്തിന്? മരണാധികാരിയായ പിശാചിനെ നീക്കുവാൻ. സ്തോത്രം. ഇന്നലെയും നമ്മൾ പറഞ്ഞതുപോലെ, ഇറ്റ് വാസ് നോട്ട് the birth, baptism, or wonders and signs, ministries of Jesus that defeated the devil, but it was the very death on the cross which defeated the devil, which disarmed the devil, that conquered him and made him nothing, zero. സാത്താനെ പരാജയപ്പെടുത്തിയത്, അവന്റെ പ്രവൃത്തികളെ അഴിച്ചത്, അവനെ ലജ്ജിതനാക്കിയത്, അവന്റെ മുഴുവൻ അധികാരങ്ങളും കവർന്നെടുത്തത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ പ്രായശ്ചിത്ത മരണമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് നമുക്ക്, പുതിയ നിയമവിശ്വാസികൾക്ക്, യേശുവിൻ്റെ മരണം വളരെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. പൗലോസ്ലീഹ ആവർത്തിച്ച് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് എന്ന നിലയിലാണ്.
ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, എനിക്ക് പ്രശംസിക്കുവാൻ എവിടെ മാത്രമേ ഉള്ളൂ? Cross of Christ. യേശു ക്രിസ്തുവിന്റെ ക്രൂശ്. വേറെ ഒന്നിലും എനിക്ക് പ്രശംസിപ്പാനില്ല. We preach Christ crucified. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പൗലോസ് സ്ഥാപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 15-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ. പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. നമ്മൾ വെറുതെ യേശുവിൽ വിശ്വസിച്ചതും ആശ വെച്ചതുമായി തീരും. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പൗലോസ് വളരെ ആധികാരികമായി പറയുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ പൗലോസ് പറയുന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ചാണ്. കാരണം യേശുവിൻ്റെ ക്രൂശാണ് നമ്മുടെ പാപത്തിന് പരിഹാരം. യേശുവിൻ്റെ ക്രൂശ എന്ന് വെച്ചാൽ ക്രൂശു മരണമാണ് പിശാചിന്റെ തോൽവി. യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണമാണ് നമ്മുടെ ജീവൻ, നമ്മുടെ സ്വാതന്ത്ര്യം. സ്തോത്രം. അതുകൊണ്ട് ക്രൂശിനെ ഉയർത്താതെ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ സ്മരിക്കാതെ നമ്മുടെ യോഗങ്ങളൊന്നും അവസാനിക്കരുത്. ഏത് യോഗത്തിലും ഏത് സന്ദേശത്തിലും യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ നാം ഉയർത്തേണ്ടതുണ്ട്. നമ്മുടെ കർത്താവ് തന്നെ അക്കാര്യം പറഞ്ഞു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകും. സ്തോത്രം. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മനുഷ്യപുത്രനെ ആ ഉയർത്തുന്ന അഭിരാമമായ ചിത്രമാണ് ക്രൂശ്. വീണ്ടും യേശു കർത്താവ് പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. സ്തോത്രം. നമുക്കത് മാത്രം ചെയ്താൽ മതി. ക്രിസ്തുവിനെ ഉയർത്തിയാൽ മാത്രം മതി. ജനത്തെ ക്രിസ്തു തങ്കലേക്ക് ആകർഷിച്ചുകൊള്ളും. പക്ഷെ നമ്മൾ ഇന്ന് ജനത്തെ ആകർഷിക്കാൻ വേണ്ടി വേറെ ഒത്തിരി ഓഫറുകളൊക്കെ കൊടുക്കും. സൗഖ്യവും സമാധാനവും സന്തോഷവും പ്രശ്നപരിഹാരവും ഒന്നും വേണ്ട. എത്ര കലുഷിതമായ പ്രശ്നത്തിൽ അകപ്പെട്ടവരുടെ മുമ്പിലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ അങ്ങ് ഉയർത്തിയാൽ മതി. ഏത് പ്രശ്നത്തിലും അകപ്പെട്ടവരെ കർത്താവ് തങ്കലേക്ക് ആകർഷിച്ചുകൊള്ളും. സ്തോത്രം. സുവിശേഷ സന്ദേശത്തെ ആകർഷകമാക്കാൻ വേണ്ടി പ്രസംഗകന് ഒന്നും ചെയ്യേണ്ടതില്ല. സ്തോത്രം. ക്രൂശിന്റെ സന്ദേശം ആകർഷകമാക്കാൻ വേണ്ടി നമുക്ക് കുരിശിനെ പോളിഷ് അടിക്കേണ്ട ആവശ്യമില്ല. ആ പരിവരുത്ത കുരിശിനെ, ആ രക്തം ചീന്തുന്ന കുരിശിനെ അങ്ങ് അതേപടി ഉയർത്തിയാൽ മതി. സ്തോത്രം. കുരിശെന്ന് പറയുന്നത് കൊണ്ട് ആ തടിക്കഷണമെന്നും ആകൃതി എന്നും ഒന്നുമല്ല അർത്ഥം കേട്ടോ. നമ്മൾ കുരിശെന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ടു എന്നാണ് അർത്ഥം.
അപ്പോൾ യേശുവിൻ ക്രൂശിലാണ് പിശാചിനെ കർത്താവ് പരാജയപ്പെടുത്തിയത്. അതാണ് നാം അവിടെ വായിക്കുന്നത് 14-ാം വാക്യത്തിൽ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിനായി തൻ്റെ മരണത്താൽ, കണ്ടോ, തൻ്റെ മരണത്താൽ മരണാധികാരിയായിരുന്ന പിശാചിനെ നീക്കി. അവിടം വരെയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ അനിവാര്യത 6 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. സാത്താനെ നിരായുധീകരിച്ചത് ക്രൂശിലാണ്. കൊലോസ്യർ 2:15 വാക്യത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ ഹല്ലേലൂയ. ക്രൂശിലാണ് യേശു കർത്താവ് എന്ത് ചെയ്തത്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചത്. It was on the cross Jesus disarmed the evil forces, including their captain Satan. ആ ഇരുളിന്റെ ശക്തികളുടെ പരമാധികാരിയായ അവരുടെ ഇടയിലെ അവരുടെ രാജാവായ സാത്താൻ ഉൾപ്പെടെ മുഴുവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ക്രിസ്തു വയ്പ്പിച്ചത് ക്രൂശിലാണ്. തൻ്റെ ക്രൂശ് മരണത്താലാണ് എന്ത് സാരം. അതുകൊണ്ടാണ് നമ്മൾ പാടാറുള്ളത്, വനം ഭൂയേവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂവിലുമുള്ള എല്ലാ അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച നാമം. സ്തോത്രം. നിരായുധ രക്തരഹിത വിപ്ലവത്തിലൂടെ, എന്നാൽ തൻ്റെ സ്വന്തം രക്തം ചിന്തിക്കൊണ്ട് യേശുക്രിസ്തു ആ വലിയ വിജയം നമുക്ക് വേണ്ടി നേടി. അത് സാധ്യമാണോ എന്ന് ആൾക്കാർക്ക് സംശയമുണ്ടെങ്കിൽ ഇന്ത്യക്കാരായ നമുക്ക് ഒട്ടും സംശയമില്ല. കാരണം സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രം അല്ലെങ്കിൽ സാമ്രാജ്യമെന്ന് വിളിക്കപ്പെട്ട സശക്തരായ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും മഹാത്മജിയും കൂട്ടരും ഓടിച്ചത് ഒരു മുട്ടുസൂചി പോലും ഇല്ലാതെയാ. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടി ആനായില്ല നടക്കാനായിരുന്നു. മഹാത്മജിയുടെ കയ്യിൽ അഹിംസയിലൂടെ, രക്തരഹിതമായ വിപ്ലവത്തിലൂടെ സശക്തരായ ബ്രിട്ടീഷ് സൈന്യത്തെ ഇന്ത്യയിൽ നിന്നും തുരത്തുവാൻ മഹാത്മജിക്കും കൂട്ടർക്കും സാധിച്ചു എങ്കിൽ, ആയുധമില്ലാതെ ആരെയും കൊല്ലാതെ തിന്നാതെ ഹിംസ കൂടെ സാധിച്ചുവെങ്കിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനും ആരുടെയും രക്തം ചിന്താതെ സ്വന്തം രക്തം ചിന്തി മുഴുവൻ പൈശാചിക അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചു. സ്തോത്രം. It was quite possible by his death he defeated the devil. സ്തോത്രം. മരണാധികാരിയായ പിശാച് എന്നതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യേശുവിൻ്റെ മരണം അനിവാര്യമായിരുന്നു. 7-മതായി എന്തിന്? മരണഭീതിയിൽ ജീവപര്യന്തം അടിമകളായിരുന്ന നമ്മെ വിടുവിപ്പാൻ. Jesus' death on the cross was essential. It was required for our deliverance. Deliverance from
the fear of death. Yes, fear of death. മരണഭീതിയിൽ നിന്ന്, from the bondage, from the slavery to the fear of death. മരണഭീതിയുടെ അടിമത്വത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ ക്രിസ്തുവിൻ്റെ മരണം അനിവാര്യമായിരുന്നു. എങ്ങനെയെന്നാൽ യേശുവിൻ്റെ മരണം കൊണ്ട് ചരിത്രം അവസാനിക്കുന്നില്ല. അവൻ മരിച്ചവരിൽ നിന്നും ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റു എന്ന് നാം അറിയുന്നു. മരണാധികാരിയായ പിശാചിനെ തോൽപ്പിച്ചതുകൊണ്ടും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടും അവങ്കൽ വിശ്വസിക്കുന്നവർക്ക് ഇനി മരണത്തെ ഭയപ്പെടേണ്ടതില്ല. അതിൻ്റെയും വിശദീകരണം നമുക്ക് പിന്നീടാകാം. കുറഞ്ഞത് ഈ 7 കാരണങ്ങളാൽ യേശുക്രിസ്തുവിൻ്റെ മരണം അത്യാവശ്യമായിരുന്നു. ജീസസ് ഡെത്ത് വാസ് എ necessity because of these 7 reasons at least. നമുക്കും സന്തോഷിപ്പാൻ വകയുണ്ട്. നമുക്കും പ്രശംസിക്കണമെങ്കിൽ പാട്ടുകാരൻ പാടും പോലെ എനിക്ക് പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. ദിസ് ഈസ് മൈ സ്റ്റോറി, ദിസ് ഈസ് മൈ സോങ്, നത്തിങ് ബട്ട് ദ വെരി ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. നമുക്കൊരുമിച്ച് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ പ്രശംസിക്കാം. ആ കർത്താവിനെ നമുക്കുയർത്താം. ആ ക്രൂശിൽ ആശ്രയിച്ച് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ജയത്തിൻ്റെ പങ്കാളികളായി തീരാം. Christ is even calling today to partake in the triumph of the cross. ആ ക്രൂശിന്റെ വിജയത്തിൽ പങ്കാളികളാകുവാൻ യേശു കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ശിഷ്ടകാലം കഴിക്കുകയും വേഗത്തിൽ തന്നെ ജയാളിയായ ക്രിസ്തുവിനോട് കൂടെ ജയാളികളായി നമുക്ക് നിത്യത ചിലവഴിക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.